തിരുവനന്തപുരം മേയറാക്കുമെന്ന് പറഞ്ഞ് ബി.ജെ.പി നേതൃത്വം തന്നെ അവഗണിച്ചതിൽ അതൃപ്തി പരസ്യമാക്കിയിരുന്നു ആർ ശ്രീലേഖ IPS. മേയറാക്കുമെന്ന് ബി.ജെ.പി നേതൃത്വം പറഞ്ഞതുകൊണ്ടാണ് താൻ കൗൺസിലറായി മത്സരിച്ചതെന്നും തുറന്നടിക്കുകയായിരുന്നു അവർ. വലിയൊരു വെളിപ്പെടുത്തലാണ്. കൗൺസിലറാകാൻ ആഗ്രഹിക്കാത്തതുപോലെ നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് കൂടി ശ്രീലേഖ പറഞ്ഞു. ആ പ്രതികരണം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണം. കോർപ്പറേഷൻ ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോൾ ായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാം എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിർത്തുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്. വാർഡിലെ കൗൺസിലർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. 10 വാർഡുകളുടെ കൗൺസിലർ സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് തന്നിരുന്ന ആദ്യത്തെ ദൗത്യം. പെട്ടെന്നാണ് അത് മത്സരിക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇനി വി രാജേഷിന്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. വി രാജേഷും ആർ ശ്രീലേഖയുമായിരുന്നു മേയർ ആര് എന്ന ചോദ്യത്തിൽ അവസാന റൗണ്ടിലെത്തിയ 2 പ്രധാനപ്പെട്ട പേരുകൾ. എന്താണ് ഈ വിഷയത്തിൽ വി രാജേഷിന്റെ പ്രതികരണം എന്ന് കൂടി കേൾക്കാം. കോർപ്പറേഷന്റെ ഭരണം കഴിഞ്ഞ 7-8 ദിവസമായിട്ടുള്ള ഭരണകാര്യങ്ങൾ, അതിനുള്ള ഇടപെടലുകൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ശ്രീലേഖ ചേച്ചി ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചിരുന്ന്, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചിരുന്ന് അടുത്ത കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഡെപ്യൂട്ടി മേയർ വളരെ ആക്റ്റീവാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പരമാവധി 7 ദിവസം കൊണ്ട് ഒരു ഭരണസമിതിക്ക് ഏതൊക്കെ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഇടപെടൽ. പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്, വിശകലനങ്ങളുമായി ചെയ്യുന്നുണ്ട്. പ്രശാന്ത്, തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിക്കുക, അത് ബി.ജെ.പിയുടെ എക്കാലത്തെയും വലിയ സ്വപ്നമായിരുന്നു. അതൊരു രാഷ്ട്രീയ അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റില്ല എന്ന് തോന്നുന്നു. അത്ഭുതമല്ല, നമ്മൾ പ്രതീക്ഷിക്കപ്പെട്ട ഒന്നാണ്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം. ആൻറ്റി LDF, ആൻറ്റി CPM, ആൻറ്റി നഗരസഭാ ഭരണം എന്നൊക്കെ പറയുന്ന തരത്തിലായിരുന്നു ബി.ജെ.പിയുടെ കൈത്താലത്തിലേക്ക് വെച്ചു കൊടുക്കുകയായിരുന്നു ഭരണം. എന്താണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് അത്രമേൽ നല്ല നിലയിലല്ലാത്ത ഭരണമായിരുന്നു LDFന്റെ നഗരസഭാ ഭരണം എന്ന കാര്യം പൊതുവിൽ എല്ലാവരും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. CPM അത് തിരിച്ചറിയുന്നുമുണ്ട്. ഈ തർക്കം എന്താണ്? ഈ ആർ ശ്രീലേഖ ഇപ്പോൾ തുറന്നടിക്കുകയാണല്ലോ, തന്നെ മേയറാക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചു എന്നതാണോ? ബി.ജെ.പിയിൽ അത് പുതിയൊരു കലാപത്തിന്റെ വഴി തുറക്കുകയാണോ? പറഞ്ഞു പറ്റിച്ചു എന്നത് തന്നെയാണ് ആ വാക്കുകളിൽ വ്യക്തം. പിന്നെ രതീഷ്, ബി.ജെ.പിയിൽ അറിയാലോ, ബി.ജെ.പിയിൽ ഇങ്ങനൊരു തുറന്നു പറച്ചിൽ സാധാരണ ബി.ജെ.പി പോലൊരു കേഡർ പാർട്ടിയിൽ പതിവുള്ളതല്ല. ആ തുറന്നു പറച്ചിൽ തന്നെയാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ നഗരസഭാ ഭരണം വന്നതിന് ശേഷം ആദ്യ ആഴ്ചകളിൽ തന്നെ കളം പിടിച്ചത് ആർ ശ്രീലേഖയാണ്. VK പ്രശാന്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയം സജീവ ചർച്ചയാക്കി. അതിനുശേഷം ഇപ്പോൾ അടുത്ത ആഴ്ചയാകുമ്പോൾ വീണ്ടും ആർ ശ്രീലേഖ വീണ്ടും മറ്റൊരു തുറന്നു പറച്ചിലൂടെ തന്നെയാണ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിരുന്നു, അത് സത്യവുമാണ്. കാരണം ആർ ശ്രീലേഖയെ ഒരു തരത്തിലും മത്സരിക്കാൻ ഈ രംഗത്ത്, പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റാണ്, അവർ മത്സരരംഗത്ത് ഇറങ്ങാൻ ആഗ്രഹിച്ചിരുന്നതേ അല്ല. അപ്പോൾ അവരെ മത്സരിപ്പിക്കാൻ ആഗ്രഹിച്ച് ഒരു കോർ കമ്മിറ്റിയിലെ നേതൃത്വം വഹിക്കുന്നവർ തന്നെ, ചില നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആർ ശ്രീലേഖ തയ്യാറായിരുന്നില്ല. ആർ ശ്രീലേഖ പക്ഷേ അവർക്ക് പിന്നീട് ആലോചിക്കാൻ സമയം കൊടുത്തു. 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്ന് പാർട്ടിയുടെ തീരുമാനം ഇങ്ങനെ. അവിടെ വലിയൊരു സംശയമുണ്ട്. ഇപ്പോൾ വി രാജേഷ് മത്സരിക്കുന്നു. വി രാജേഷ് ABPയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ്. K സുരേന്ദ്രന് ശേഷം തൊട്ടടുത്ത സംസ്ഥാന പ്രസിഡന്റായിരുന്നു. പിന്നീട് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ബി.ജെ.പി വക്താവായിരുന്നു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നു. അങ്ങനെ ഒരാൾ നഗരസഭയിലേക്ക് വീണ്ടും മത്സരിക്കുമ്പോൾ നഗരസഭാ ഭരണം കിട്ടുക സ്വാഭാവിക ചോയ്സ് വി രാജേഷാണ്. അപ്പോൾ രണ്ടാമതൊരു മേയർ എന്നൊരു ആലോചന വന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്? അവിടെ തന്നെ രാജേഷിനെ വെട്ടാനുള്ള നീക്കമായിരുന്നു ഈ ആർ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതണ്ടേ. കാരണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, തിരുവനന്തപുരം മേയർ പദവി എന്നത് ഇത്തവണ സംവരണമല്ല, റിസർവേഷനിലെ ജനറൽ സീറ്റാണ്. അപ്പോൾ ഒരു വനിതാ സംവരണമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നേതാവിനെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേസിനെ കൊണ്ടുവന്ന് ഒരു പ്രൊജക്ഷൻ്റെ ആവശ്യമേ ഉള്ളൂ. വി രാജേഷ് നിലവിൽ തന്നെ കൗൺസിലറാണ്, മുതിർന്ന നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു വിഷയം വരുന്നില്ല. അപ്പോൾ ആ ശ്രീലേഖയെ നിർബന്ധിച്ച് മത്സരിക്കാൻ ഇറക്കുമ്പോൾ തന്നെ, ശാസ്ത്രമംഗലം വാർഡ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മുന്നിൽ അവരോട് പറഞ്ഞിരുന്ന ഉറപ്പ് മേയറാക്കുന്നത് തന്നെയായിരുന്നു. അത് അവസാന നിമിഷം വരെയും, അതായത് ആ മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമാകുന്നതിൻ്റെ അന്ന് രാവിലെ വരെയും അതങ്ങനെ നിന്നു. സംസ്ഥാന നേതൃത്വം ആർ ശ്രീലേഖ എന്ന പേരിൽ ഉറച്ചു തന്നെയായിരുന്നു. പിന്നീട് രാജേഷിനെ വെട്ടുക എന്നുള്ളൊരു ആയുധമായിരുന്നു, ഒരു ടൂളായി ശ്രീലേഖ പ്ലേസ് ചെയ്തു എന്ന് പറയേണ്ടി വരും. എന്ന് നമ്മളിപ്പം പറഞ്ഞില്ലെങ്കിൽ പോലും ശ്രീലേഖയുടെ തുറന്നു പറച്ചിലൂടെ അത് വ്യക്തമായില്ലേ. കാരണം താനാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് നേതൃത്വം ഉറപ്പ് പറഞ്ഞിരുന്നതാണ്. അങ്ങനെയാണ് ടെലിവിഷൻ ചർച്ചകളിലെല്ലാം എന്നെ പ്രൊജക്റ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് ഇങ്ങനൊരു മലക്കം മറിച്ചിൽ അവസാന നിമിഷം ഉണ്ടാകുമ്പോൾ അവിടെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് പോര് തന്നെയാണ് എന്നത്. ശ്രീലേഖ തന്നെ അക്കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. ഇപ്പോൾ